2024-25 വർഷത്തെ കെ വി സുമേഷ് എംഎൽഎയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടി കുട്ടികൾക്കും കയർഫെഡ് നിർമ്മിച്ച കിടക്കകൾ വിതരണം ചെയ്തു. ചിറക്കൽ കല്ലടത്തോട് അംഗനവാടിയിൽ നടന്ന മണ്ഡലതല വിതരണോദ്ഘാടനം കെ വി സുമേഷ് എംഎൽഎ നിർവഹിച്ചു. സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. അംഗൻവാടികളെ വളരെ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെ കുട്ടികളാണ് ഇതിന്റെ ഏറ്റവും റിഫ്ലക്ഷൻ ഉണ്ടാകുക. അംഗൻവാടി ടീച്ചർമാർക്കും ആയമാർക്കും മനസ്സിലാവും. ഇപ്പൊ നിങ്ങളൊരു 10 വർഷം വർക്ക് ചെയ്ത ടീച്ചറാണെങ്കിൽ ആയയാണെങ്കിൽ നിങ്ങൾക്ക് ആ 10 വർഷം മുന്നേ ഉള്ളതും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. വലിയ ചേഞ്ചാണ് ഇൻഫർമേഷൻ. ആയമാങ്ങളേക്കാൾ വർത്തമാനം പറയും അവരെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് വന്നിരിക്കുന്ന വലിയ മാറ്റമുണ്ടോ. അപ്പോൾ ചെറിയ കുട്ടികളാണ് ഏറ്റവും വിവരമുള്ളത്. അതവരെ ഇതായിട്ട് പറയല്ല, ഇൻഫർമേഷൻ കൂടുതൽ അവർക്കാണ്. ആ ഒരു ലേണിംഗ് പീരീഡാണ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. അവരുടെ ബുദ്ധിശക്തിയെ അറിവിനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളെ മികച്ച അടിസ്ഥാന സൗകര്യമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് എംഎൽഎ പറഞ്ഞു. കുട്ടികളുടെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നത് അംഗനവാടികളാണ്. അംഗനവാടികളിലെത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുമെന്നും അതിന് കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നും കെ വി സുമേഷ് എംഎൽഎ പറഞ്ഞു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പഠന വിശ്രമ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ 198 അംഗനവാടികൾക്കായി 4,27,946 രൂപ ചെലവിൽ 538 കിടക്കകളാണ് വിതരണം ചെയ്തത്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ്, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ മോളി, എൻ ശശീന്ദ്രൻ, വത്സല, വാർഡ് മെമ്പർ സുരേന്ദ്രൻ, ICDS സെൽ സീനിയർ സൂപ്രണ്ട് വി കെ അമർനാഥ് ഭാസ്കർ, ICDS സെൽ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ.